ഞാനൊക്കെ SSF ഉണ്ടാവുമ്പോൾ ആ ഡയലോഗൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഹാത്തിമുൽ അസമു തങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ ഡയലോഗൊക്കെ കവറിൽ വേണ്ട മീസാൻ കല്ലിൽ വെക്കാൻ പറ്റുന്ന ആണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ വൽ ഫഖ്റ ഇലൽ മീസാൻ. എപ്പോഴും ഫഖ്ർ പറച്ചിൽ മീസാൻ കല്ലിൽ വെക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഈ അടുത്ത് സുൽത്താനുൽ ഉസ്താദിനെ കാണാൻ വേണ്ടി സംഘടനയുടെ കുറച്ച് ആൾക്കാർ പോയ സമയത്ത് ഉസ്താദ് യാസീൻ ഓതിപ്പിച്ച് വമന്നു അമറു എന്ന ആയത്ത് ഓതിയപ്പോൾ ഉസ്താദ് ഒറ്റ കരച്ചിൽ. എന്തിനാ ഉസ്താദ് കരയുന്നത് എന്ന ആശയത്തിന് ഉസ്താദിൻ്റെ മറുപടി പറഞ്ഞു, ആയുഷ്കാലത്തെ കുറിച്ച് അല്ല ചോദിക്കൂല. അള്ളാഹിനോട് എന്താ പറയല്? ആരായി പറയണത്? കേരളത്തിൽ ഇങ്ങനത്തെ ഒരു മുവഫക്കായ ഒരാൾ നമ്മൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉസ്താദിനും പേടിയാണ് ആഖിറോർക്കും. താജുലുലമയുടെ, നൂറുലുലമയുടെ, കൻസുലുലമ ഉസ്താദിൻ്റെ, മഹാനായ സുൽത്താനുൽ ഉസ്താദിൻ്റെ ഒക്കെ പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് അവരുടെയൊക്കെ ലാസ്റ്റ് കാലത്ത് ഉസ്താദിൻ്റെ രോഗശേഷം ഉസ്താദിന് പെട്ടെന്ന് എന്തൊക്കെ അറിയണത്. ആഖിറത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ വേണ്ടതെന്നാണ് അവരുടെയൊക്കെ വിചാരങ്ങൾ. കൂട്ടുകാരെ, നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഖബർ പൊന്നാക്കാൻ പറ്റുന്ന, മണിയറയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലമാണ് സംഘടനാ കാലം. ഒറ്റക്കുള്ള ഇബാദത്തുകൊണ്ട് കഴിച്ചിലാവില്ല എന്നൊരു തീരുമാനത്തിൽ നിന്ന് കുറേ ആൾക്കാരുടെ ഹൈറാത്തുകൾ നമുക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ് സംഘടനാ പ്രവർത്തനം. മരണം വരെയുള്ള ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ടുണ്ടെങ്കിൽ തീർച്ച നമ്മുടെ ഭക്ഷണം കഴിച്ചയാൾ സ്വർഗത്തിലാണെങ്കിൽ അവരുടെ ശഫായത്ത് കിട്ടും. എത്ര പേർക്ക് ഇഫ്താറാണ് പ്രസ്ഥാനം കൊടുക്കുന്നത്? എത്ര മെഡിക്കൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ, എത്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് SSF, മുസ്ലിം ജമാഅത്തിൻ്റെ, SYSൻ്റെ ഒക്കെ സഹായത്തോടെ ക്യാമ്പസ് ഇഫ്താർ കൊടുക്കുന്നത്. ആ ഇഫ്താർ ഉള്ളത് കൊണ്ട് മാത്രം നോമ്പ് എടുക്കാൻ എത്ര ക്യാമ്പസ് സ്റ്റുഡൻസിന് ധൈര്യമുണ്ട്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ SSFൻ്റെ ഗോൾഡൻ 50 കണ്ണൂർ ഇങ്ങനെ നടക്കുന്ന ഒരു സന്ദർഭം. 1.5 ലക്ഷം പ്രവർത്തകർ റാലി കഴിഞ്ഞിട്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് റാലി കഴിഞ്ഞ് ഈ റമദാൻ കഴിഞ്ഞ് ഏപ്രിൽ 29 ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിയർത്തൊലിച്ച് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ച് എല്ലാവരും ആ ചെറിയ കവാടത്തിലൂടെ കയറി വരുമ്പോൾ ആ പച്ചപ്പരധാനി പോലെ വിരിച്ചിരിക്കുന്നതിൽ ഒരു 1.5 ലക്ഷത്തിലധികം വരുന്ന ബോട്ടിൽ വെള്ളം വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ കളകളാ കുടിച്ചത് അല്ല സ്വീകരിക്കൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സ്പോൺസർ ചെയ്താൽ അതിൻ്റെ സംഘാടന വഹിച്ചവർക്ക് കൂലി കിട്ടൂല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?